നിങ്ങളുടെ ക്രഷിന്റെ വീട്ടിലെ ലാൻഡ് ലൈനിലേക്ക് STD ബൂത്തിൽ നിന്ന് ഒരു ബ്ലാങ്ക് കോൾ വിളിച്ച് എന്തെങ്കിലും അവളുടെ പാരന്റ്സ് ഫോൺ എടുത്ത ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ പാരന്റ്സ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവരവരുടെ ക്രഷുകളുടെ അച്ഛനും അമ്മയും വരുന്ന സമയത്ത് ദാടാ നിന്റെ അമ്മായച്ചനും അമ്മാമയും വന്നേക്കണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് അടിച്ചിട്ടുണ്ടോ? അതുപോലെ ക്രഷ് നടന്നു പോകുന്ന വഴിയിൽ പോയി നിങ്ങളുടെ പേര് ഉറക്കെ വിളിച്ച് പറയാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ശനിയാഴ്ചകൾ നിങ്ങളുടെ സൈക്കിൾ എടുത്ത് അവരുടെ ഏരിയയിൽ പോയി ഒന്ന് കറങ്ങിയിട്ടുണ്ടാവും. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ ഇങ്ങനത്തെ കുറച്ച് പ്രവർത്തികൾ എന്താണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ആ സിനിമ എനിക്ക് കണക്ട് ആയില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണത്തിന് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് നിങ്ങൾ എന്തെങ്കിലും അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ട ഒരു സിനിമയായിരുന്നു 96. അവിടെയെല്ലാം മെയിൻ ആയുധം ആ സിനിമയിൽ നൊസ്റ്റാൾജിയ ആയിരുന്നു. ഒരുപക്ഷെ എൻ്റെ ലൈഫിലെ നൊസ്റ്റാൾജിയ അതല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് അത് അത്ര കണക്ട് ആയില്ല. എന്നാൽ തൊട്ടടുത്ത വർഷം യൂട്യൂബിൽ ജയൻ രവിയുടെ ഒരു പടത്തിന്റെ ലിറിക് വീഡിയോ കണ്ടു. 96 എന്ന മൊത്തം സിനിമ തരാത്ത ഒരു നൊസ്റ്റാൾജിയ എനിക്ക് ആ ഒരൊറ്റ പാട്ടിൽ നിന്ന് മാത്രം കിട്ടി. ആൻഡ് ആ പാട്ട് എഴുതിയതും ആ സിനിമ സംവിധാനം ചെയ്തതും ന്യൂ കമറായ പ്രദീപ് രംഗനാഥൻ. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് വെച്ച് എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള DAGing എന്ന് തോന്നിയിട്ടുള്ളത് ഈ സിനിമയിലേതായിരുന്നു. DAGing മാത്രം നമ്പാതെ ജയൻ രവി അത്യാവശ്യം ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനും ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് അഡൽ ജോക്സും അതുപോലെ പ്രദീപ് രംഗനാഥന്റെ കുറച്ച് നന്മയും അതുപോലെ ഈ വിഗ്രമോഷനൊക്കെ ഒഴിവാക്കി നിർത്തിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു കോമാളി. അതിന്റെ മെയിൻ റീസൺ ഇതിലെ ഡീറ്റെയിലിംഗ്. 90s കിഡ്സിനെ നൊസ്റ്റാൾജി അടിപ്പിക്കുന്ന എല്ലാ വക സംഭവങ്ങളും ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിച്ച പല ബ്രാൻഡ്സ് അതുപോലെ സ്കൂൾ ലൈഫിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നല്ല അടിപൊളിയായി തന്നെ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലൈഫിന് ഇത്രയും എൻജോയ് ആയി കൊണ്ടുവരുന്ന ഒരു വ്യക്തിയുടെ 16 വർഷങ്ങൾ ഒരു കോമ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ജസ്റ്റ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ കോളേജ് ലൈഫ് ഒന്നും എൻജോയ് ചെയ്യാതെ ഡയറക്റ്റ് ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സിന് വേണ്ടി നാട് വിട്ട് ബോംബെയിലേക്ക് പോയതുകൊണ്ടായിരിക്കാം ഈ സിനിമയിലെ ജയൻ രവിയുടെ ആ ഒരു ഇമോഷൻ എനിക്ക് വളരെ നന്നായി കണക്ട് ആയി. അതുകൊണ്ട് തന്നെ സ്വന്തം ക്രഷിന്റെ കല്യാണത്തിന് സൈലന്റ് ആയി പോയി വന്ന റാമിനേക്കാളും എനിക്ക് ഇമോഷണലി കണക്ട് ആയത് തന്റേതല്ലാത്ത കാരണം കൊണ്ട് തന്റെ ജീവിതത്തിലെ ബ്യൂട്ടിഫുൾ ആയ 16 വർഷങ്ങൾ നഷ്ടപ്പെട്ട രവിയാണ്. ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് കമന്റ് ചെയ്യുക. അതുകൊണ്ട് ഒരു സിനിമ കണക്ട് ആയില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെട്ട സിനിമ അത് ഏതാണെന്നും താഴെ വന്ന് കമന്റ് ചെയ്യുക.